ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വ്ളോഗ്സ് വിത്ത് രാജി. ഇപ്പോൾ ഈ മാങ്ങയുടെ സീസണാണല്ലോ ഇപ്പോൾ പച്ചമാങ്ങ കൊണ്ടൊരു നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അതിന് തേങ്ങ ചേർക്കണില്ല, തേങ്ങ ചേർക്കാതെയുള്ള നല്ല രുചിയോട് കൂടിയുള്ള പച്ചടിയാണ് ഇത്. ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റ് മാങ്ങ പച്ചടിയാണ്. കറികളൊന്നും ഇല്ലെങ്കിലും ഈ പച്ചടി കൂട്ടി കഴിക്കാം. ആദ്യമേ മൺചട്ടി അടുപ്പത്തേക്ക് ചൂടായത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിൽ 1 ടീസ്പൂൺ കടുകും ചുമന്ന മുളക് 3 രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും മുളകും കൂടി ഒന്ന് അതിൽ വറുത്ത് കഴിഞ്ഞാൽ തന്നെ കായപ്പൊടിയാണ്, കായപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞത് മുളക് പൊടി എരിവിനാവശ്യം ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കണം, ഏറ്റവും സിമ്മിലാക്കി ഇടണം. സിമ്മിലാക്കി നമ്മൾ ആ പൊടികളുടെ പച്ചമണം മാറിയാൽ തന്നെ മാങ്ങ ഞാനിത് 3 ഉണ്ട്. 3 മാങ്ങ കഷ്ണങ്ങളാക്കി ഇത്രയും കുറച്ച് വലിപ്പത്തിൽ തന്നെ കഷ്ണങ്ങളാക്കി എടുക്കണം. തൊലി ചെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തൊലി ചെത്തിയിടണമെങ്കിൽ അങ്ങനെ ആവാം. ഞാൻ തൊലിയൊന്നും എടുക്കാതെ തന്നെ ചേർത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാങ്ങ ഈ അധികം ചെറുതാക്കരുത്, അധികം വലുതാക്കരുത് മാങ്ങ കഷ്ണങ്ങളും. അപ്പോൾ ആ മാങ്ങയൊക്കെ ചേർത്ത് കടുകിൽ ചേർത്ത് ഈ പൊടികളും എല്ലാം ഒന്ന് എല്ലാത്തും പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുത്ത് 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് മാങ്ങ വേവിക്കാൻ വേണ്ടി. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് 1 പച്ചമുളക്, ഇത് ഞങ്ങൾ ചെടിയിലുണ്ടായ പച്ചമുളകാണ്, 1 2ആയിട്ട് മുറിച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോരെങ്കിൽ പിന്നീട് നമ്മൾ ഇറക്കണതിന് മുമ്പ് ചേർത്താൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ച്. അപ്പോൾ മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ. നമ്മൾ തീ കൂട്ടി വയ്ക്കുക, അല്ല മാങ്ങ ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് തന്നെ തീ കൂട്ടി വെച്ച് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചപ്പോൾ നന്നായിട്ട് തിള വന്നു, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തോ ഒന്ന് നമ്മൾ നോക്കണം. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് അങ്ങനെ കുഴഞ്ഞ് വരണമെന്നില്ല, എന്നാലും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ചേർത്ത വെള്ളം കുറഞ്ഞത് മാങ്ങ സോഫ്റ്റായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ശർക്കര പാനി, നേരത്തെ തന്നെ നമ്മൾ ശർക്കര നന്നായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ശർക്കര പാനിയാക്കി അരിച്ചെടുത്തതാണ്. അപ്പോൾ അരിച്ചെടുത്ത ശർക്കര പാനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ആ മാങ്ങ ഇത് പുളിയുള്ള മാങ്ങയാണ് ഞാനിതിൽ ചേർത്തത്. നിങ്ങൾക്ക് ഏത് മാങ്ങയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം, പുളിയുള്ളതാണെങ്കിലും പുളി കുറവാണെങ്കിലും ഏത് പച്ചമാങ്ങ കൊണ്ടാണ് ഇങ്ങനെ പച്ചടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചെനച്ച മാങ്ങയാണെങ്കിൽ നന്നായിരിക്കും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ശർക്കര പാനിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് അതൊന്ന് തിളയ്ക്കണം. ആ ശർക്കര നമ്മൾ ചേർത്ത് മാങ്ങയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് തിള വന്നു, ഒന്ന് കുറുകി വന്നു ഒന്നുകൂടി ഞാൻ അടച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി അടച്ച് വെച്ച് എല്ലാ മാങ്ങ കഷ്ണങ്ങളിലും നമ്മൾ ചേർത്ത് ശർക്കരയുടെ മധുരവും കൂടി പിടിക്കണം, എന്നാലേ പുളി ബാലൻസ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിൽ മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം ചേർന്നുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പച്ചടി റെഡിയായി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി, പെട്ടെന്ന് റെഡിയാക്കാം. തേങ്ങ അരച്ചുള്ള മാങ്ങ പച്ചടിയേക്കാളും ഇത് ടേസ്റ്റ് കൂടുതലാണ്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.